സോ ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ നൽകി നിങ്ങൾ സ്നൈപ്പറും ഗണ്ണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സ്നൈപ്പർ എഡബ്യം പോലുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്നവരാണെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. വേറെ നൽകി അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്നൈപ്പർ എഡബ്യം പോലുള്ള ഗൺസും കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോമ്പോം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഏകദേശം 90% ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്യാരക്ടർ സ്കില്ലിനെ ഫുള്ളായിട്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല. ഫുള്ളായിട്ട് വിശദീകരിക്കാൻ നിന്ന വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വലിച്ചു നീട്ടി പറയാതെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിച്ചേക്കുക. ഈ ഒരു വീഡിയോ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സ്നൈപ്പർ യൂസ് ചെയ്യാതെ കളിക്കുന്ന പ്ലെയർ ആയാലും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് സ്നൈപ്പർ വെച്ച് കളിക്കാൻ തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ സ്കില്ലും വെച്ചും കാര്യങ്ങൾ മാക്സിമം കളിക്കാൻ ശ്രമിച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ചാനലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാനതിൽ ഒട്ടും പറഞ്ഞ ലാഗും കാര്യങ്ങളും നടപ്പിക്കുന്നുണ്ട്. നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ നോക്കും. നമ്മളെ മൊക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ അത് ഒരുപാട് പേർക്ക് അറിയാം. ക്യാരക്ടർ സ്കില്ലിൻ്റെ ഉപകാരം പറയാത്തവരും അറിയുന്നവരും ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നേക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു എനിമീനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എനിമീൻ്റെ മേത്ത് മീൻസ് ഒരു ഗ്രീൻ കളറായിട്ടൊരു ആരോയും കാര്യങ്ങളും കാണിക്കും. ഒരു 5 സെക്കൻഡോളം ഒരു പുള്ളിക്കാരുടെ ഹെഡിൻ്റെ മേലായിട്ട് ഒരു ഏരവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും ഈ ഒരു ക്യാരക്ടർ സ്കില്ല് വെക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ വേറെ എന്താണ്, നിങ്ങളിപ്പോൾ ഒരു എനിമീനെ സ്നൈപ്പർ വെച്ച് അടിക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു എനിമി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു മൂവ്മെൻറ്റ് നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എനിമീനെ എവിടെയാണെന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിമി ഗ്ലൂവാളിൻ്റെ കവറിലാണെങ്കിൽ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു എനിമീനെ തീർക്കാനും പറ്റുന്ന ഒരു ബെസ്റ്റ് ക്യാരക്ടർ സ്കില്ലാണ്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനിമീനെയും കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നതായിരിക്കും ഒരു ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ വെച്ച്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പുള്ളിക്കാരത്തിന് വയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു എനിമി എങ്ങോട്ട് പോകുകയാണോ ഒരു ഡാമേജും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരമാണ്. അതുപോലെ നമ്മുടെ ടീമിനും ഉപകാരപ്പെടുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മളിത് മൊക്കോ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടും വെക്കാം, അപ്ഗ്രേഡ് ആക്കാതെയും വെക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ മാക്സിമം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് തന്നെ വെക്കാൻ മാക്സിമം ശ്രമിച്ചേക്കുക, അതാണ് ഒന്നുകൂടെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്യാരക്ടർ സ്കിൽ കോമ്പോയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ റാഫേൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ മെയിനായിട്ടുള്ള എബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ വേറെ നൽകി നമ്മൾ സപ്രസർ അഥവാ സാധാരണയായിട്ട് പറയുക നമ്മൾ സൈലൻസർ എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ എനിമീസിനെ കൊല്ലുന്ന സമയത്ത് വേറെ എനിമീസ് കാണാത്ത രീതിയിൽ മാപ്പിൽ കാണാത്ത രീതിയിൽ നമുക്ക് ഒരു എനിമിയെ കൊല്ലണമെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. മറ്റുള്ള എനിമീസ് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് അവന്മാർക്ക് സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ, ബട്ട് എവിടുന്ന് അടിക്കുന്നതെന്ന് മാത്രം കാണത്തില്ല. മീൻസ് മാപ്പിൽ നോക്കിയാൽ പോലും കാണില്ല. ഈ ഒരു പുള്ളിക്കാരനെ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഓൾറെഡി സൈലൻസറും കാര്യങ്ങളും അതായത് സപ്രസറും കാര്യങ്ങളൊക്കെ വരുന്നൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ വേറൊരു എബിലിറ്റി കൂടെ ഉണ്ട് ഈ ഒരു പുള്ളിക്കാരന്. വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു എനിമീനെ നോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 85% ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചാൽ നമ്മൾ 85% പെട്ടെന്ന് തന്നെ നമ്മളൊരു എനിമിയും കാര്യങ്ങളൊക്കെ നോക്ക് നമ്മൾ ഈ ഒരു പുള്ളിക്കാരനെ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിമിയും കാര്യങ്ങളൊക്കെ നോക്ക് ഫിനിഷ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളും കിട്ടും ഈ ഒരു ക്യാരക്ടർ വെക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന സ്നൈപ്പർ വെച്ച് കളിക്കുന്ന പ്ലേസിന് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്യാരക്ടർ കോമ്പം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ വേറെ നല്ല ഈ പുള്ളിക്കാരൻ 2 എബിലിറ്റിയും കാര്യങ്ങളും ഇനി പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മുടെ സപ്രസറും കാര്യങ്ങളൊക്കെ വെച്ച് അടിക്കാൻ വേണ്ടി അഥവാ നമ്മൾ സൈലൻസർ എന്ന് പറയും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നോക്ക് എനിമീസ് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആവുന്നതായിരിക്കും ഒരു പുള്ളിക്കാരനെ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നേരം അടുത്ത എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ കോമ്പോയിലും നമ്മുടെ ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്നത് മാർമേറോ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ എനിമീസിന് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്ത് 25% ഡാമേജും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഇതിൽ നമ്മളിപ്പോൾ എനിമിയും കാര്യങ്ങളൊക്കെ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാമേജും പുള്ളിക്കാരൻ എവിടെയാണ് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അപ്പോൾ നമുക്ക് എവിടെ കറക്റ്റ് നിർബന്ധമായി നിങ്ങൾ യൂസ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന വേറെ നമ്മുടെ മെയിനായിട്ടുള്ള ആക്റ്റീവ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഏതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയേണ്ടത് വേറെ ഒന്നുമില്ല,
നമ്മൾ ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓളം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റോഡ് ടു 11K മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഈ ഇനിയും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണുന്ന താല്പര്യമുള്ളവരും ആ ബെൽ ബട്ടൺ ഒന്ന് ഓളം സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമ്മൾ ഏതായാലും നമ്മൾ അടുത്ത ആക്റ്റീവ് സ്കില്ലും കാര്യങ്ങളും ഏതാണെന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് പോകാം. നമ്മുടെ മെയിനായിട്ടുള്ള ആക്റ്റീവ് സ്കില്ലും കാര്യങ്ങളൊക്കെ നോക്കണേ വേറെ ലിറിക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെയാണ്. ഒരു ലേഡി ക്യാരക്ടറാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിന് മെയിനായിട്ടുള്ള എബിലിറ്റിയും കാര്യങ്ങളെന്ന് വെച്ചാൽ ആക്റ്റീവ് സ്കില്ലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടണും കാര്യങ്ങളും ഓണാക്കിയാൽ മാത്രം നമ്മളൊരു ആക്റ്റീവ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് സ്കില്ല് മെയിനായിട്ട് എന്താണെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്ലൂ വാളിൻ്റെ ബാക്കിലായിട്ട് ഇപ്പോൾ ഒരു എനിമി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു എനിമി അപ്പോൾ നമ്മളാണ് ഈ ഒരു ഗ്ലൂ വാളിൻ്റെ ബാക്കിലുള്ള എനിമീനെയും കാര്യങ്ങളൊക്കെ വെടി വയ്ക്കുകയാണ്. 15 സെക്കൻഡിനുള്ളിൽ ഇങ്ങനെ വെടി ഉയർത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പുള്ളിക്കാരൻ എവിടെയാണ് നമുക്ക് എയിം ചെയ്യാനും പറ്റും. മീൻസ് ആ ഒരു പുള്ളിക്കാരൻ എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ നമുക്ക് ഫയർ ചെയ്തുകൊണ്ട് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതാണ് ആ ഒരു പുള്ളിക്കാരൻ്റെ മെയിനായിട്ടുള്ള എബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കിതൊരു നമ്മുടെ ടീംമേറ്റിന് ഉപകാരപ്പെടുന്ന ഒരു എബിലിറ്റി കൂടെയാണ്. കാരണം നമ്മളിപ്പോൾ ഫയർ ചെയ്യുന്ന സമയത്ത് അവർക്കും കാണാൻ പറ്റും നമ്മുടെ എനിമിനെയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ അങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുള്ളറ്റിന് ഒന്നുകൂടെ പവറും കാര്യങ്ങളും കൂടും. പിന്നെ 5 സെക്കൻഡ്സോളം നിങ്ങൾക്ക് ആ ഒരു പുള്ളിക്കാരെ എവിടെയാണെന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 5 സെക്കൻഡ്സ് മാത്രം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എവിടെയാണ് എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കിയേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ വാള് പെട്ടെന്ന് തന്നെ പൊട്ടുകയും ചെയ്യും. മീൻസ് പതിവിൽ കൂടുതൽ പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ പൊട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഗ്ലൂ വാളാണെങ്കിൽ അത്ര തന്നെ കേടും കാര്യങ്ങളൊന്നും വരത്തില്ല. ബട്ട് എനിമിയുടെ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആ എനിമിയുടെ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ പൊട്ടുന്നതായിരിക്കും ആ ഒരു ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു ക്യാരക്ടറും കോംബോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനലി നോക്കുകയാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെ എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഈ പറഞ്ഞ 4 ക്യാരക്ടർ സ്കില്ലും കോംബോയും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് മാക്സിമം വയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഗെയിമും കാര്യങ്ങളും കളിക്കാൻ പറ്റത്തുള്ളൂ. സ്നൈപ്പറിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കിൽ കോംബോയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തിനെ പറ്റിയുള്ള വീഡിയോസോ കാര്യങ്ങളോ വേണ്ടിച്ച് ജസ്റ്റ് നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ഇട്ടുക. അതുപോലെ തന്നെ ഞാൻ പുതിയ ഗിൽഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 1 ലെവലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗിൽഡ് ഐഡിയും കാര്യങ്ങളും നേരെ നമ്മൾ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും. മീൻസ് ഒന്നിൻ്റെയും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ ഗിൽഡ് ഐഡിയും കാര്യങ്ങളൊക്കെ പിന്നാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വേണ്ടവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജസ്റ്റ് ജോയിനും കാര്യങ്ങൾ ചെയ്തേക്കുക. അതുപോലെ നമ്മൾ ഈ ചാനലും കാര്യം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നമ്മൾ ചാനലുകളോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ കഴിയും.